ബിഗ് ബോസ് മലയാളം സീസൺ 7 ടിക്കറ്റ് ടു ഫിനാലെ രണ്ടാം ദിവസത്തെ ആദ്യത്തെ ടാസ്ക് കഴിയുമ്പോൾ ഞെട്ടാൻ തയ്യാറായിക്കോ. ആര്യനെയും സാബുമാനെയും എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് നൂറയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ നൂറ് എങ്ങനെയാണ് കളിച്ചതെന്ന്, എൻഡുറൻസ് ടാസ്കിൽ എങ്ങനെയാണ് കളിച്ചതെന്ന് കണ്ടു. 7 പോയിന്റോടുകൂടി ആയിരുന്നു നൂറ് ഇന്നലെ പടിയിറങ്ങിയത്. അതിൽ ടോപ്പ് എത്തിയത് ആര്യനായിരുന്നു 9 പോയിന്റും അതോടൊപ്പം സാബുമാൻ 8 പോയിന്റും. ഇന്ന് രണ്ടാമത്തെ ടാസ്ക് ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പാണ് കഴിഞ്ഞത്. അരമണിക്കൂർ മുമ്പ്, ഏകദേശം 6 മണി ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്. വൈകുന്നേരം ഇത്രയും സമയപ്പോഴാണ് ടാസ്ക് കഴിഞ്ഞത്. ടാസ്ക് മറ്റേ പസിൽസ് അടുക്കുന്ന ടാസ്ക് ആയിരുന്നു. അതായത് മറ്റേ ഒരു റൗണ്ട് പ്രതലം വെച്ചിട്ടുണ്ട്, അത് അവിടുത്തെ സ്ക്രൂവിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് അങ്ങേ അറ്റം കൊണ്ടുവച്ചേക്കുന്ന സ്ക്രൂവിൽ കൊണ്ട് ഘടിപ്പിച്ചതിന് ശേഷം ടിക്കറ്റ് ഫിനാലയുടെ ലോഗോ ഉണ്ടല്ലോ അത് പസിൽസ് ആയിട്ട് അടുക്കി വെക്കുന്നതായിരുന്നു ടാസ്ക്. ഇത് ഏറ്റവും കുറച്ച് മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്നവർക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ്, അതായത് 9 പോയിന്റ് കിട്ടും. 8, 7, 6 ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് 1 പോയിന്റ് കിട്ടും. സോ ടാസ്ക് കഴിയുമ്പോഴത്തേക്ക് ഓരോ സെറ്റ് ഓഫ് 3 പേര് വെച്ചിട്ടായിരുന്നു പോയിരുന്നത്. ആദ്യം അനു, സാബു, അനീഷ്, പിന്നീട് അക്ബർ, ആര്യൻ, ആദില, അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് പോയത് നമ്മുടെ നൂറയും ഷാനവാസും നെവിനുമാണ് മൂന്നാമത് പോയിട്ടുണ്ടായിരുന്നത്. ഈ ആദ്യം പോയ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് അറിയാവോ? ആദ്യം ഈ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ റൗണ്ട്, അതായത് ഈ റൗണ്ട് പ്രതലം ഉണ്ടല്ലോ അത് ഇളക്കുന്നതിൽ ബുദ്ധിമുട്ട് അനീഷും നമ്മുടെ സാബുമാനും അനുഭവപ്പെട്ടു. അതായത് റോങ്ലി ആണ് ഇവർ ഇളക്കിയത്. ഇവർ മൊത്തത്തിൽ അനീഷ് മൊത്തത്തിൽ പൊളിച്ചെടുക്കുകയും ചെയ്തു. സാബുമാരാണെങ്കിൽ മൊത്തം ഊരിക്കൊണ്ട് എടുത്തുകൊണ്ട് പോയിരുന്നു പ്രോപ്പർട്ടി. ബിഗ് ബോസ് അവസാനം അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രോപ്പർട്ടി ഒന്നും പൊളിക്കരുതെന്ന്. എന്നിട്ട് പിന്നെ ഇവർക്ക് രണ്ടാമതൊരു ചാൻസ് കൂടെ കൊടുക്കുമായിരുന്നു. അതായത് സാബുമാനും അനീഷിനും കൂടെ രണ്ടാമതൊരു ചാൻസ് ബിഗ് ബോസ് പിന്നെ കൊടുത്തു. ആ പ്രോപ്പർട്ടി വീണ്ടും ശരിയാക്കിയിട്ട് എങ്ങോട്ടാണോ കറക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് റൗണ്ട് എല്ലാം വരച്ചു വെച്ചിട്ടാണ് കൊടുത്തത്. അനു ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തു. സോ പോയിന്റ് നിലയിൽ വരുന്നതും മിനിറ്റ് വരുന്നതും ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ സമയം എടുത്തത് അനീഷാണ്. 32 മിനിറ്റ് അനീഷ് എടുത്തു. സെക്കൻഡ്സ് ഞാൻ പറഞ്ഞില്ല, 32 മിനിറ്റ് 51 സെക്കൻഡാണ്. ഞാൻ സെക്കൻഡ്സ് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. അനീഷ് 32 മിനിറ്റ് എടുത്തു. അത് അനീഷിന് കിട്ടുന്നത് 1 പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ സമയം എടുത്തത് അനീഷാണ്. രണ്ടാമത് എടുത്തേക്കുന്നത് ആര്യനാണ്. നിങ്ങൾ ഞെട്ടിയില്ലേ? ആര്യൻ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ലാസ്റ്റ് ഏറ്റവും കൂടുതൽ മിനിറ്റ് എടുത്തേക്കുന്ന ആര്യനാണ്. ആര്യൻ എടുത്തേക്കുന്നത് 32 മിനിറ്റ് ആണ്. അനീഷും ആര്യനും തമ്മിലുള്ള ആകെ വ്യത്യാസം 40 സെക്കൻഡ് വ്യത്യാസമുള്ളൂ. അനീഷ് 32 മിനിറ്റ് 51 സെക്കൻഡും ആര്യൻ 32 മിനിറ്റും 10 സെക്കൻഡ് എടുത്തു. സോ ആര്യന് 2 പോയിന്റ്. ആദിലെടുത്തത് മൂന്നാം സ്ഥാനത്ത് 27 മിനിറ്റ് മൂന്നാം സ്ഥാനം. അക്ബർ 25 മിനിറ്റ് 4ാം സ്ഥാനം. സാബുമാൻ 22 മിനിറ്റ് 5ാം സ്ഥാനം. അനുമോള് 22 മിനിറ്റ് 6ാം സ്ഥാനം. സാബുമോനും നമ്മുടെ അനുമോളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെറും 8 സെക്കൻഡിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അനു ആണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇത് ചെയ്തത്. അതുകൊണ്ട് അനുവിന് കിട്ടുന്നത് 6 പോയിന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് 20 മിനിറ്റ് 7 പോയിന്റ് ലഭിച്ചു. നെവിന് 18 മിനിറ്റിനുള്ളിൽ തീർത്തു, 8 പോയിന്റ് ലഭിച്ചു. അവസാനം നൂറയ്ക്കാണ് നൂറ ഫിനിഷ് ചെയ്തേക്കുന്നത്. വെറും 14 മിനിറ്റിലാണ് നൂറ ഫിനിഷ് ചെയ്തേക്കുന്നത്. നൂറയ്ക്ക് 9 പോയിന്റ് അങ്ങനെ കിട്ടുന്നു. സോ ഇന്നലത്തെ 7 പോയിന്റും ഇന്നത്തെ 9 പോയിന്റും കൂടി ചേരുമ്പോഴത്തേക്ക് നൂറയ്ക്ക് 16 പോയിന്റോട് കൂടി ടോപ്പ് പൊസിഷനിൽ നിലവിൽ നൂറയാണ് നിൽക്കുന്നത്. ടിക്കറ്റ് ഫിനാലയിലേക്ക് കയറാനുള്ള ടോപ്പ് പൊസിഷനിൽ നൂറയാണ് നിൽക്കുന്നത്. പിന്നെ ബാക്കി പോയിന്റ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അനീഷിന് 4 പോയിന്റും ടോട്ടൽ പോയിന്റ്സ് ആണ് പറയുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ ടാസ്കും കൂടെ കഴിയുമ്പോഴത്തേക്ക് ആര്യന് 11 പോയിന്റ്, ആദിലേക്ക് 8 പോയിന്റ്, അക്ബറിന് ടോട്ടൽ 8 പോയിന്റ്, സാബുമാന് 13 പോയിന്റ്. അതായത് നൂറയ്ക്ക് തൊട്ട് താഴെ പൊസിഷനിൽ നിൽക്കുന്നത് ഇപ്പോൾ ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്നത് സാബുമാനാണ്. അനുമോള് 12 പോയിന്റ് ഉണ്ട്. കാരണം ഇന്നലെയും 6 പോയിന്റ് കിട്ടി, ഇന്നും 6 പോയിന്റ് കിട്ടി. സോ 8 പോയിന്റോടെ ഷാനവാസ്, 10 പോയിന്റുമായിട്ട് നെവിനും. സോ ഇതാണ് നിലവിലത്തെ സാഹചര്യം. രണ്ടാമത്തെ ടാസ്ക് കഴിയുമ്പോൾ നൂറാണ് ടോപ്പിൽ നിൽക്കുന്നത്. അടുത്ത ടാസ്ക് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പാതിരാത്രി ആവും, കംപ്ലീറ്റ് ആവും. ലെറ്റ്സ് സീ എന്താണ് നടക്കാൻ പോകുന്നത്. സോ ആ ടാസ്ക് കഴിഞ്ഞ് എപ്പിസോഡിലായിരിക്കും എന്തായാലും നടക്കാൻ പോകുന്നത്. കാരണം ലൈവിൽ എന്തായാലും നടക്കില്ല, അതിനുശേഷമായിരിക്കും ലൈവിൽ വരാൻ പോകുന്നത്. സോ നൂറ് അങ്ങനെ ഇന്നലെ പൊളിച്ചടിക്കുന്നത് പോലെ ഇന്നും പൊളിച്ചടുക്കി ടോട്ടൽ പോയിന്റ്സുമായിട്ട് 1ാം സ്ഥാനത്ത് നൂറ് കണ്ടിന്യൂ ചെയ്യുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ.